ദൈവസന്നിധിയിൽ മലയാളം അറിയാൻ മേത്തൊരാരോടെങ്കിലും ഇല്ലല്ലോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം NDPC തുടങ്ങിയതാണ്. ഇത് അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം അവരുടെ കർത്താവ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതിൻ്റെ ഫൈനൽ ക്ലോസിങ്ങിലേക്ക് ഇന്ന് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെന്നാൽ സാധിച്ചില്ല. എന്നാൽ ഇന്ന് അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യജാതിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന രക്ഷയുടെ മാർഗമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവസന്ധാരണത്തിന് വേണ്ടുന്നതെല്ലാം ദൈവം ഇതിൽ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഒരുപോലെ. നമ്മളൊക്കെ ബലഹീനരാണ്. എന്നാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും ഓരോ ദിവസവും ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് നമുക്കെല്ലാം നന്നായിട്ടറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 10-15 വാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ വായിച്ച് 16 മുതൽ ബാക്കിയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ വചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനെ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് എന്ന ദൈവവചനത്തിനായ സ്തോത്രം. അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കേൾക്കുവാനും കേൾപ്പിക്കുവാനും ദൈവകൃപ ഞങ്ങൾക്ക് തരണം. അങ്ങയുടെ നാമം വഴി ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് പ്രസാദിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണം പിതാവേ. ദൈവവചനത്തിലെ ഓരോ വാക്കുകളിൽ കൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, നമ്മളുടെ അനുസരണക്കേടിൽ സംഭവിക്കുവാൻ പോകുന്ന കോൺസിക്വൻസസ്, പരിണത ഫലങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സോ വളരെ ഭയത്തോടും വിറയലോടും കൂടെ വേണം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട്. ജീവിതത്തിൽ അതെത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന്, വിടുതലിനായിട്ട്, അല്ലെങ്കിൽ നരകയാതനയിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം. ഇതിൻ്റെ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അല്ലെങ്കിൽ മനുഷ്യജാതിയുടെക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവസാനത്തെ ഫൈനൽ വാർണിംഗ്, അതോടൊപ്പം തന്നെ ലാസ്റ്റ് കോളിംഗ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ, അത് മുഖാന്തരം ദൈവത്തിന് മനുഷ്യജാതിയോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ് അല്ലെങ്കിൽ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇതൊരു പുതുമയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഫെലോഷിപ്പിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഓരോരുത്തരെയും. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ അല്ലെങ്കിൽ മനുഷ്യജാതി, ആദ്യ മനുഷ്യൻ തുടങ്ങി തന്നെ അവൻ ഒരിക്കലും തൃപ്തനായിരുന്നില്ല. അവന് കൂടുതൽ കരസ്ഥമാക്കുവാനുള്ള ഒരു ഓട്ടമാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓട്ടത്തിലെ മത്സരമാണ് അവനെ താഴ്ചയിൽ കൊണ്ട് എത്തിച്ചത്. എത്ര ലഭിച്ചാലും തൃപ്തി വരാത്ത
മനുഷ്യജീവിതമാണോ മനുഷ്യൻ്റേത് എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരമമായിട്ടുള്ള ജ്ഞാനത്തിൽ ദൈവം ക്രമീകരിച്ചിരുന്ന ഒന്നാണ് വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കുക, അവനോടുള്ള കൂട്ടായ്മ ആചരിക്കുക. ഇതൊക്കെയാണ് തിരുവചനത്തിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വായിച്ച അവസാന ഭാഗത്ത് ദൈവം എന്ത് പറയുന്നു എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റഡീസ് യെരമ്യാവിൻ്റെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അതിൻ്റെ 37, 38, 39, 40 അധ്യായങ്ങൾ ഇന്നലെ വരെ കൊണ്ട് ഞാൻ വായിച്ചു, ബാക്കി ഇനിയും വായിക്കും. അവിടെ ഞാൻ വായിച്ച അല്ലെങ്കിൽ എന്നെ ഭയപ്പെടുത്തിയ വാക്കുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിനെ സിദെക്കിയ രാജാവിന്, അല്ലെങ്കിൽ ആ നാളുകളിലിരുന്ന അവസാനത്തെ രാജാവിന്, യഹൂദയിലെ രാജാവായിരുന്ന സിദെക്കിയാവിന് ദൈവം യിരെമ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചു കൊടുത്തു. നിങ്ങൾ സാവകാശമുണ്ടെങ്കിൽ വീട്ടിൽ പോയി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 37, 38, 39, 40 അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെ സ്ലോലി, വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. എന്താണ് ദൈവം ഹൃദ്യമായിട്ട് മനുഷ്യനോട് സംസാരിക്കാനുള്ളതെന്ന് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു ചെറിയ വാക്യങ്ങളാണ് ഈ വെളിപ്പാട് ഉത്സവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവ് യെരമ്യാ പ്രവാചകനിൽ കൂടെ സിദെക്കിയാവിനോട് പറഞ്ഞു, നീ സറണ്ടർ ചെയ്ത്, ഇഫ് യു ഗോ ആൻഡ് സബ്മിറ്റ് യുവർ സെൽഫ് ടു നെബൂഖദ്നേസർ, you will survive, your family will survive, and your people will survive, and the temple will survive. It's a very great commandment. The Lord was speaking to Zedekiah, the king of Israel, the Judean king. This is the option only you have. But what happened? He did not listen to him. If you read, you will know that he said, when you surrender and go to Nebuchadnezzar, he said, it will be a shameful act before my people. എൻ്റെ പ്രഭുക്കന്മാരുടെയും മറ്റ് പ്രമാണികളുടെയും മുമ്പിൽ ഞാനൊരു പരിഹാസ വിഷയമായി തീരും, അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് യെരമ്യാവിനെ പറഞ്ഞയച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നെബൂഖദ്നേസർ അവന്റെ സൈന്യാധിപനോട് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ആൾക്കാരെ, അവൻ പട്ടാളത്തെ അയച്ചിട്ട് അവനെ ഇല്ലായ്മ ചെയ്യാണ്. അവന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് മക്കളെ വെട്ടിക്കൊന്നു, അവന്റെ കണ്ണു രണ്ടും കുത്തിപ്പൊട്ടിച്ചു, അവനെ ചങ്ങലയിട്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. ദൈവത്തിന്റെ ദേവാലയം തീ വെച്ച് ചുടുവാനായിട്ട് കാരണമായി. എന്താണ് കാരണം? അപമാന ഭയം എന്ന് വിചാരിച്ച് ദൈവിക ആലോചനയെ ത്യജിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവമാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അതിന് കീഴ്പ്പെടുവാൻ ഞാൻ എത്രമാത്രം കടംപെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് സാധിക്കുന്നില്ലെങ്കിൽ വരുവാൻ പോകുന്ന വീഴ്ച എന്ന് പറയുന്നത് അതിഭയാനകമായിരിക്കും. ദൈവത്തിൻ്റെ കരുതൽ ചില വ്യക്തിയോടുള്ള ബന്ധത്തിലൂടെ കാണാനായിട്ട് സാധിച്ചു. ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒന്ന്, യെരമ്യാവിനെ കുറിച്ച് നെബൂഖദ്നേസർ രാജാവ് വിചാരിച്ചിരുന്നു. നെബൂസറാദാനോട് പറഞ്ഞു, നീ പട്ടണം പിടിക്കുമ്പോൾ യാതൊരു കാരണവശാലും യെരമ്യാവിന് യാതൊരു ദോഷവും ഭവിക്കാതെ വണ്ണം നീ കാത്തോളണം. ആരാണ് പറയുന്നത്? ഒരു പരായ ദേശത്തെ ചക്രവർത്തി തന്റെ സൈന്യാധിപനോട് പറയുകയാണ്, നീ ശത്രുക്കളായിട്ടാണ് അവരെ കാണാൻ പോകുന്നത്, പക്ഷേ അവിടെ ചില വ്യക്തികളുണ്ട്, അവരെ നീ സൂക്ഷിച്ചോളണം. അവരോട് സത്യം പറഞ്ഞ ഒരു വ്യക്തിയെ നീ കാക്കണം. എത്ര അത്ഭുതമാണോ ചിന്തിച്ചു നോക്കുക. എനിക്കതൊക്കെ വായിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ നെബൂസറാദാൻ യെരമ്യാവിനെ വിളിച്ച് രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടായത് സംഭവിച്ചത് നിനക്കറിയാമെന്ന് അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു അന്യദേശത്തെ രാജാവിൻ്റെ സൈന്യാധിപൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ ആലോചന പറയുകയാണ്, അല്ലെങ്കിൽ ഈസ് പ്രീച്ചിങ് ടു ദ people of God, a heathen. It was because of your disobedience,
Because you have rejected your God, the Lord Jehovah. എത്ര ഭയാനകമാണ്, ചിന്തിച്ചു നോക്കുക. നെബൂഖദ്നേസറിന്റെ സൈന്യാധിപൻ ഇസ്രായേലിലെ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ ജനത്തിന് വീഴ്ച സംഭവിക്കുവാൻ കാരണമായത് നീ എന്നെ തള്ളി, നിന്റെ ദൈവമായ യഹോവയെ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒറ്റ കാരണം. ആ കാരണത്താൽ നിന്റെ ഭാര്യമാരും നിന്റെ വീട്ടുകാരും ഒക്കെ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ ഭാര്യമാരായിട്ട് അവരെ സ്വീകരിക്കുന്നു. നിന്റെ മക്കളെ കൊന്നുകളയുന്നു. നിന്റെ കണ്ണുകുട്ടി കുത്തിപ്പെട്ടിക്കുന്നു. നീ ഒരു നിഷ്ക്രിയനായ മനുഷ്യനായി തീരുവാനും ഇടയായിത്തീരുന്നു. എത്ര ദുഃഖകരമായ അനുഭവമാണ്. അതുപോലെ തന്നെ വേറൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? അവന്റെ പേരാണ് ഏബദ് മേലക്ക്. ഏബദ് മേലക്ക് രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ശുശ്രൂഷക്കാരനാണ്. യെരമ്യാവെ പിടിച്ച് അവർ കാവൽപ്പുരമുറ്റത്ത് പൊട്ടക്കിണറ്റിലിട്ട ചെളിയിൽ കാണപ്പോൾ അവന് വേണ്ടി വാദിക്കുവാൻ ഒരു പരായ ദേശത്തെ വ്യക്തിയായിരുന്ന ഒരു കൂശ്യനായ an Ethiopian was there to plead for Jeremiah. And ദൈവം അവനെ കുറിച്ച് പറയുന്നു. എന്താണ് പറയുന്നത് അറിയാമോ? നിന്റെ സന്തതി ഒരിക്കലും അറ്റുപോകുകയില്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന്. കാരണം അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ പ്രവചനത്തിൽ അവൻ വിശ്വസിച്ചു. പ്രിയ ദൈവജനമേ, നമ്മൾ കരയണം കേട്ടോ. നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെയധികം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്ന എന്താണ്? 16-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് താൻ തന്നെ ജനത്തോട് വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് ഞാൻ എന്റെ ദൂതനെ നിന്റെ മുമ്പായി അയച്ചിരിക്കുന്നത്? നിനക്ക് മാനസാന്തരം ഉണ്ടാകുവാനായിട്ട്, നിന്റെ ജീവിതത്തെ കുറിച്ച് അനുഭവിക്കുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട്, വിശുദ്ധിയുടെയും വെടിപ്പിന്റെയും ജീവൻ നയിപ്പാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നോട് വീണ്ടും വീണ്ടും ഞാൻ കരുണ കാണിക്കുന്നു. പാപം ചെയ്യുമ്പോഴും ദൈവത്തോട് മത്സര ബുദ്ധിയോടെ ജീവിക്കുമ്പോഴും ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടുന്ന ഒരു ദൈവമാണെന്ന് ഈ വാക്കുകളില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ ദുഃഖകരമായൊരു സംഗതിയാണ്. കാരണം പറഞ്ഞൊന്നും കേൾക്കാനായിട്ട് നമുക്ക് യാതൊരു താല്പര്യമില്ല. നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വേഗം വരുമെന്ന് കർത്താവ് നേരത്തെ താൻ തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തു. ഞാൻ ഭവനമൊരുക്കി വേഗം വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞ് പോയൊരു കർത്താവാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജനമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നുള്ളത് ഒരു സത്യമാണ്. 17-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. അതായത് ഇന്ന് ഭൂതലത്തിൽ തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ട്, ഭൂതലത്തിന്റെ നാനാ ഇടങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് മനുഷ്യനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. മനുഷ്യൻ നിഷ്ക്രിയനായ ഇടത്ത് ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക രാജ്യങ്ങളിൽ സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ്, ഇറാനിലും ഇറാഖിലും അതുപോലുള്ള മുസ്ലിം രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമായ നോർത്ത് കൊറിയയിലും ചൈനയിലും റഷ്യയിലും ഒക്കെ എത്രയോ എത്രയോ ആയിരങ്ങള് ദൈവസന്നിധിയിൽ അഭയം കണ്ടെത്തുവാനായിട്ട് ഇടയാകുന്ന കാരണം മനുഷ്യൻ നിഷ്ക്രിയനായ ഇടത്ത് ദൈവം പ്രവർത്തിച്ച് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന ഈ യുഗത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എന്താണ് ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമഹത്വത്തിനായിട്ട്? ഇവിടെ കർത്താവ് പറയുന്നത് വരിക എന്ന ആത്മാവും, പിന്നെ പറയുന്നത് ആരാണ്? മണവാട്ടി. ആരാണ് ഈ മണവാട്ടി? സഭ. അതാരാണ്? ഞാൻ. നമ്മളെന്ന് നമുക്ക് അടക്കി എന്ന് പറയാൻ സാധിക്കും. ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി. എന്റെ ഉത്തരവാദിത്വമാണ് ദൈവ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആണോ? അങ്ങനെയാണോ നാം ജീവിക്കുന്നത്?
ചോദിച്ചു നോക്കുക. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈനംദിന ജീവിതത്തിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ പറയാതിരിക്കും, ഞാൻ ഒന്ന് ഇരുന്ന് കൊടുക്കാറുണ്ടല്ലേ. I am very much present in the church, you know. But what you are doing for the glory of God? എഴുന്നേറ്റൊരു വാക്ക് താങ്ക് യു ലോർഡ് ഫോർ സേവിങ് മീ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ദൈവമഹത്വത്തിനായിട്ട് ചിലവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ച് വളരെ പ്രായൽഭത്തോടെ എനിക്കത് പറയാൻ സാധിക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി എന്ന് പറയുന്നത് വരിക, കം, ഇവിടെ വരിക. ഇതാണ് ദൈവാത്മാവിടെ പറയുന്നത്. പക്ഷെ പറയാനിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കർത്താവ് താൻ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, Nevertheless, when the Son of Man comes, will he really find faith on the earth? കർത്താവായ ക്രിസ്തു രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ, അവൻ പറയുകയാണ്, സകലത്തിന്റെ ശിക്ഷിതാവായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില അത്ര മഹത്തരമായതാണ്. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. എന്താണ് പറയുന്നത്? ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് സംശയം പ്രകടിപ്പിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ദി ലോർഡ് ഈസ് ആസ്കിങ് ടു us. Are we doing it? ഈ സംഗതി, ഈ വസ്തുത ദൈവം നമ്മെ നോക്കി പറയുവാൻ നമുക്ക് ഇടയാകുമോ? കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൃപാസനത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ, how we are going to stand before him? Are we going to be bold enough to give an answer when he asks you personally, what did you do for me? I gave my life for you. Will we have an answer? That's a question the Lord himself is asking. He said, the Spirit said, come. The bride said, come. We know that. ദൈവത്തിന്റെ വചനത്തില് അനേക ഇടങ്ങളിൽ ഇത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ദൈവം തന്നെ ശിഷ്യന്മാരിൽ കൂടെ ദാസനായ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സംസാരിച്ചു, കർത്താവായ ക്രിസ്തു സംസാരിച്ചു, അപ്പോസ്തലന്മാർ സംസാരിച്ചു, സഭകൾക്ക് ദൂതെഴുതിയിട്ട് പറഞ്ഞു നിങ്ങളോട് പോകണം, അപ്പോസ്തലന്മാരോട് പറഞ്ഞു നിങ്ങൾ പോകണം. ഞാനും നിങ്ങളും അതിന്റെ പങ്കുകാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്വം അതാണ് കർത്താവിന്റെ വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ആത്മാവ് പറയുകയാണ് വരിക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Everyone who thirsts, come to the waters, and you who have no money, come buy and eat. Yes, come buy wine and milk. Why do you spend money for what is not bread, and your wages for what does not satisfy? തൃപ്തി വരാത്ത ഈ ലോകത്തിലെ അപ്പത്തിനും വെള്ളത്തിനുമായിട്ട് നിന്റെ ജീവിതം എന്തിനു നീ വ്യർത്ഥമാക്കുന്നു? എന്റെ അടുക്കൽ വരിക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് വരിക, ഈ സത്യം ലോകത്തോട് പ്രസ്താവിക്കുക, പ്രവചിക്കുക, പ്രസിദ്ധമാക്കുക. ഇതാണ് ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത്. That is what Isaiah is speaking. എന്റെ അടുക്കൽ വരിക, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരിക. ഇത് വിളിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരികിൽ ഇതറിയാത്ത എത്രയോ ജീവിതങ്ങൾ നമ്മളോടുണ്ടെന്നറിയാമോ? നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുണ്ട് എത്രയോ വ്യക്തികൾ വാസ്തവമായിട്ട് എന്താണ് ക്രിസ്തു ചെയ്തെന്നറിയാത്ത ജീവിതങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് 1-2 കേട്ടോ, ബില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ് ലിവിങ് വിതൗട്ട് ദ ലോർഡ് ആൻഡ് ഗോയിങ് ടു ദ ഇറ്റേണൽ ഡാമിനേഷൻ. അതുകൊണ്ടാണ് നാം വായിക്കുന്ന അടുത്ത വാക്യത്തില് ഞാൻ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 വാക്യം ഒന്ന് വായിക്കുക. എല്ലാവർക്കും അറിയാവുന്ന സാധാരണ കേൾക്കുന്ന വാക്യമാണ് കേട്ടോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഇതാണ്. അവിടെ വായിക്കുന്നത്, ഓൺ ദ ലാസ്റ്റ് ഡേ, ദ ഗ്രേറ്റ് ഡേ ഓഫ് ദ ഫീസ്റ്റ്, കൂടാര പെരുന്നാളിന്റെ
അവസാനത്തെ ദിവസമാണ്, 7ാമത്തെ ദിവസം, ഫൈനൽ ക്ലോസിംഗ് ടൈമില് എല്ലാ ഇസ്രായേലും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കടന്നു വന്ന് യഹോവയുടെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ അവസാനത്തെ ദിവസം, ദ ഗ്രേറ്റ് ഡേ ഓഫ് ദ ഫീസ്റ്റ്. അന്ന് എല്ലാവരും കൂടി വരും. അപ്പൊ എല്ലാവരോടും ഒന്നും രണ്ടൊന്നല്ല കേട്ടോ, ആയിരങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു ദിവസം. ആ ദിവസം ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവായ ക്രിസ്തു പറയുകയാണ്, എന്റെ അടുക്കൽ വരിക. ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഫീസ്റ്റ്, ടുഡേ ഈസ് ദാറ്റ് ഡേ, ദിസ് ഈസ് ദ ഡേ. ഇതാണ് ആ ദിവസം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ഈ അന്ത്യനാളുകളിൽ ഇന്ന് ദൈവം നമ്മെ വിളിക്കുകയാണ്. നീ വരിക, നിന്റെ പാപത്തെ കുറിച്ച് അനുദപിക്കുക. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നിനക്ക് സാധിക്കുന്നില്ല എന്ന് വരികിൽ നഷ്ടപ്പെടുന്ന എന്താണെന്ന് ഇപ്പോഴറിയത്തില്ല കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അവിടെ ചെല്ലുമെന്ന് വരികിൽ അറിയും എന്തൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന്. ഈ വിധത്തില് അനേക ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അനേക വ്യക്തികളുടെ മരണക്കിടക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ വിലാപം, ഞരക്കം ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാമായിരുന്നുവെന്ന്. ഇറ്റ് ഈസ് ട്രൂ മൈ ബിലവഡ്സ്. ഐ ഹേർഡ് ഇറ്റ് different occasion. I could have done that. I could have done this, but I could not do it. I did not do it. Why? I don't know. ഞാനും നിങ്ങളും ഇന്ന് എനിക്കും നിങ്ങൾക്കും സമയമുള്ളപ്പോൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സഹോദരനോട് ചോദിച്ചു, എന്തിനായി വയസ്സുകാലത്ത് ഈ പ്രയാസം കൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് എന്തിനായി നാട്ടിലൊക്കെ പോകുന്നത്? I want to see my brethren. I want to see what they are doing. I wanted to encourage them. I wanted to be behind them because I love them. I love the people of Chhattisgarh because they are poor people, you know. They are innocent people. Their faith is very pure. There is no malice. Absolutely pure people. എനിക്ക് അവരെ കാണണം, അവരോട് സമയം ചെലവഴിക്കണം, ദൈവമഹത്വത്തെ കുറിച്ച് അവരോട് പ്രസ്താവിക്കണം. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹമാണ് സഹോദര, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അടുത്ത വർഷമുള്ള കേട്ടോ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഡോണ്ട് വറി. എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം നമ്മളുടെ ബലഹീനതയിൽ പോലും നമുക്ക് പ്രസ്താവിക്കുവാൻ സാധിക്കും. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജോലിയാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, താൻ സൗഖ്യമാക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ, ഭിക്ഷയായിച്ചുകൊണ്ട് ഇവനെ എഴുന്നേൽപ്പിച്ച് നടക്കുവാൻ അവനെ കഴിവുള്ളവനാക്കി തീർത്തപ്പോൾ ഇസ്രായേൽ ജാതി അവനെതിരായിട്ട് വന്നുകൂടി. പുരോഹിതന്മാർ അവനെതിരായിട്ട് കൂടി വന്നു. ശാസ്ത്രിമാർ അവനെതിരായിട്ട് കൂടി വന്നു. നീ എന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു സമയത്ത് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ് അതേ വാക്കുകൊണ്ടവൻ പറയുകയാണ്, കർത്താവായ ക്രിസ്തു അവനാണ് ഇത് പ്രവർത്തിപ്പാൻ കാരണമായത്, അവന്റെ ശക്തിയാലാണ് ഇവൻ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ധൈര്യത്തോടെ പറയുവാൻ നോക്കുക. കേവലം ഒരു സ്ത്രീയുടെ മുമ്പാകെ യേശുക്രിസ്തു ആരെന്ന് ഏറ്റുപറയുവാൻ മടിച്ചിരുന്ന പത്രോസ് അപ്പോസ്തലൻ ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായ ക്രിസ്തു. ആരോടാണ് പറയുന്നത്? ഇസ്രായേലിന്റെ പ്രവാചകന്മാരോട്, ദൈവത്തിന്റെ ന്യായപ്രമാണം കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന അവിടുത്തെ ശാസ്ത്രിമാരോട്, അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായ. അത് മാത്രമാണോ? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഒരേ ഒരു നാമം. നോക്കുക, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു വന്ന ചിന്തയാണ് ദ ലോജിക്സ് ഓഫ് റിലിജിയൻ. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ മതങ്ങളുടെയും മിസങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ does he ever think for a minute to sit and think what is he doing, what is his belief, what is his faith? It's not happening. ദൈവ സന്നിധിയില് ഇവരാരെങ്കിലും ഒരു നിമിഷം ഇരുന്നിട്ട് ചിന്തിച്ചിരുന്നു എന്ന് വരികിൽ ഇവരാരും നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല.
ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾ ഒരുപക്ഷെ ഇരുന്ന് ചിന്തിച്ചിരുന്നു എന്ന് വരിയിൽ ഇന്ന് ചെയ്യുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമായിരുന്നു. പക്ഷേ ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത്, ഓ ഇതെല്ലാം എൻ്റെ വകയാണ്, ഇതെന്റെ രാജ്യമാണ്, ഇതെന്റെ സമ്പത്താണ്, എൻ്റെ വകയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് അനുഭവിക്കുവാനുള്ളതാണ്, എൻ്റെ തലമുറകൾക്ക് അനുഭവിക്കുവാനുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കുമ്പോൾ, മൂഢ, നീ ഒരുക്കി വെച്ചത് അനുഭവിക്കുവാൻ നിനക്കൊരു പക്ഷെ സാധിക്കുകയില്ല. കാരണം ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ എടുക്കും. അല്ലേ? ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കണ്ടായോ? ചിന്തിച്ച മതിയാകുള്ളൂ. ഈ ലോകത്തിലെ ധനവും സമൃദ്ധിയും, ഈ ലോകത്തിലെ വീടും വകകളും, ഈ ലോകത്തിലെ സമൃദ്ധിയാണ് എന്റെ ആശ്രയമെന്ന് വരികിൽ, പ്രിയ ദൈവമക്കളെ, the day is very close that is going to be burned out. Fire, ദൈവത്തിന്റെ ന്യായവിധി ഭൂതലത്തിലേക്ക് ചൊരിയുവാനുള്ള കാലം അടുത്തിരിക്കുന്നുവെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കർത്താവായ ക്രിസ്തുവിൽ മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, and because the lawlessness will abound, the love of many will grow cold. It is among the people of the world or among the Christian. I was asking myself this question, എവിടെ, ആരെ കുറിച്ചാണ് പറയുന്നത്? ഈ ലോകത്തിലെ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് സഭകൾക്കാണ്, ലോകത്തിലെ മനുഷ്യർക്കല്ല. ഈ സഭകൾക്ക് എഴുതിയ വെളിപ്പാട് പുസ്തകം ഞാനും നിങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. മണവാട്ടിയായ ഞാനും നിങ്ങളും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം യഹൂദജാതിയോട് ദൈവം സംസാരിക്കുകയാണ്, അവരുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അതിന്റെ ഓരോ വരികളിലും നിങ്ങൾ വായിച്ചു നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിയാൽ, ഞാനും നിങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നത്, അന്തർലീനമായിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം നാം ജീവിക്കുന്ന ഈ കാലം എന്ന് പറയുന്ന ആ കാലം പോലെ ഒരാത്മീയ അരക്ഷിതത്വത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്. The spiritual starvation of the people. The people of the Lord, the God chose the people of Judah or Israelite to be the custodians of the law, but they have given up the law which the Lord was given to them. അതുകൊണ്ടല്ലേ അവർ കർത്താവിനെ കാണാൻ ഇടയാകാതെ പോയത്? If at all they ever read the Bible, the scripture, the Old Testament scripture, they would never betray the Lord. അത് തന്നെ പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യത്തിലെ, അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ലായിരുന്നു. അപ്പൊ തേജസ്സിന്റെ ക്രിസ്തുവിനെ അവൻ അറിയണമെന്ന് വരികിൽ വേദപുസ്തകം വായിക്കണം. ഞാനും നിങ്ങളും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അതർവൈസ് യു ആർ അറ്റ് ഫോൾട്ട്. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങൾ കുറ്റക്കാരായിട്ട് തീരും. കാരണം ദൈവവചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മറന്നു പോകാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ ആത്മീയ അരക്ഷിതാവസ്ഥയിൽ നിന്ന്, ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ പറയണം, മണവാട്ടിയായ ഞാനും നിങ്ങളും പറയണം, വരിക എന്ന്. ആരാണ് പറയുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, സർവത്തിന്റെ ഉടയവനായ ദൈവം താൻ ആരാണെന്ന് യോഹന്നാന് പത്മോസ്മയിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോൾ അവന്റെ കാൽക്കൽ മരിച്ചവനായിട്ട് വീണ ആ യോഹന്നാൻ അവൻ എഴുതുകയാണ്, അവന്റെ മഹത്വം എത്രമാത്രം വലുതായിരുന്നുവെന്ന് ദർശിക്കണം, കാണണം, അവനെ അറിയണം, അവനെ പേഴ്സണൽ അറിയണം, അവനോട് വ്യക്തിപരമായ ഒരു ബന്ധം പുലർത്തണം. എങ്കിൽ മാത്രമേ ലോകത്തിൽ പാപത്തിന്റെ വഴികളിൽ ഇടറിപ്പോകാതെ വണ്ണം ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, അതാണ് ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതാണ്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും
അവനുള്ള അംശം ദൈവം നീക്കിക്കളയുമെന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും നിഷ്ക്രിയരായിരിക്കുമ്പോൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി നമ്മൾ നിവൃത്തീകരിക്കാതിരിക്കുമ്പോൾ, അതാണ് ദൈവജനം കൂട്ടിക്കളയുക എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലായിട്ടില്ലായിരിക്കും അല്ലേ? മനസ്സിലാക്കണം. അതാണ് നമ്മൾ വായിക്കുന്നത്. ഈ പുസ്തകത്തിലെ അംശം ദൈവം എടുത്തു കളയുന്നതിന്റെ കാരണക്കാരൻ നാം തന്നെയാണ്. ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് കാലത്ത്. എൻ്റെ സ്നേഹിതനും സഹോദരനുമായ പ്രിയപ്പെട്ടവനോട് പറയുമായിരുന്നു, ജോർജെ, നിന്റെ ജോലി ആരും നിന്നിൽ നിന്ന് എടുത്തു കളയില്ല. നീ തീരുമാനിക്കണം നിനക്ക് ഈ ജോലി ചെയ്യണോ വേണ്ടായോ എന്ന്. നീ തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ജോലിയിൽ നിന്നെ ആരെങ്കിലും പിരിച്ചുവിടുകയുള്ളൂ എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവരെന്തെന്നോട് പറഞ്ഞോ ഞാനത് ചെയ്തേ മതിയാകുള്ളൂ എന്നൊരു വേറെ ഒരു അർത്ഥത്തിലാണ് അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഓൺ ദ വെരി ബിഗിനിങ് ഓഫ് മൈ റിക്രൂട്ട്മെന്റിന് DFW എയർപോർട്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതെ ജീവിക്കുന്നത് ആ എയർപോർട്ടുകാർ തരുന്ന എൻ്റെ അഷ്ടിക്കുള്ള വക കൊണ്ടാണ് കേട്ടോ. വലുതൊന്നുമല്ല, എൻ്റെ ആഹാരത്തിന് ഒരു മുട്ടുമില്ലാത്ത രീതിയിലുള്ള അത് മാത്രം, അതിനൊന്നുമില്ല. പക്ഷേ ഞാൻ തീരുമാനിക്കണം ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ ജീവവൃക്ഷത്തിലേക്കുള്ള, ഇവിടെ വായിക്കുന്നത് എന്താണ്? അവൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഒരിക്കൽ നഷ്ടപ്പെട്ട പറുദീസ, ഏദൻ പറുദീസ, വീണ്ടും ആ പറുദീസയിലേക്ക് കടക്കുവാനുള്ള വഴികളും വാതിലുകളുമാണ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തത്. വെളിപ്പാട് പുസ്തകം അതാണ് വെളിപ്പെടുത്തത്. വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ എന്തറിയണമെന്ന്, ചെയ്യണമെന്ന്, പ്രവർത്തിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ആ പുസ്തകത്തിലെ പ്രവചനത്തെ തുച്ഛീകരിക്കുക, അല്ലെങ്കിൽ നിന്ന് വ്യതിചലിക്കുക. അപ്പോൾ സംഭവിക്കുവാൻ പോകുന്നതാണ് ഇവിടെ നാം വായിക്കുന്ന ഈ കാര്യം. അംശം അതിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് പോകുന്ന അനുഭവം. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ 22-14 വായിക്കുന്നത്, ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാക്കേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈനംദിന ജീവിതത്തിൽ വസ്ത്രം അലക്കുന്നത് പോലെ ജീവിതത്തെ വെടിപ്പാക്കി ജീവിക്കുവാൻ കടംപെട്ടവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. ആത്മാവിൽ ദരിദ്രനായ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവകൃപയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവവൃക്ഷത്തിലേക്കുള്ള വാതിൽ അവൻ തുറന്നിട്ടു എന്ന് വരികിൽ അതിൽ കൂടെ ജീവവൃക്ഷത്തിലേക്ക് കടന്നു എന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്ന് വരികിൽ വസ്ത്രമലക്കുന്നവൻ ഭാഗ്യവാൻ. അനേക ഭാഗ്യാവസ്ഥയുണ്ട്. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പാകെ നട്ടല്ല നിവർത്തി നിൽക്കുവാൻ തക്കമുള്ള യോഗ്യത എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. അത് സാധിക്കുന്നില്ലെന്ന് വരികിൽ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തെ ഞാൻ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. Am I a Christian? Am I doing the right thing in my life? Do I? Ask yourself. I ask myself every day in my life. Every morning I ask. Every night I ask. Because I am going to stand before Him and I am going to answer all the questions. അപ്പൊ എനിക്ക് ആ ജീവവൃക്ഷത്തിലുള്ള അംശം നഷ്ടപ്പെടാതിരിക്കണമെന്ന് വരികിൽ ഞാൻ അവനോട് അരുളി ചെയ്തൊക്കെ നിവൃത്തികരിപ്പാൻ കടംപെട്ടവനാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കട്ടെ പ്രിയമുള്ളവരെ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ ആത്മീയ ദാരിദ്ര്യത്തിൽ തന്നെ വിടുവിക്കപ്പെട്ടവനായിട്ട്, ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിട്ട്, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും വെടിപ്പോടും നീതിയോടും നിർമ്മലതയോടും കൂടെ ജീവിക്കുന്ന ഒരു ദൈവവേദനാണോ ഞാനെന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ രാവിലെ സമയത്ത്. അപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്ന, വായിക്കുന്നത്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്തു. അവസാനത്തെ വാക്യം ഒന്ന് പറയാമോ? എല്ലാവർക്കും അതൊന്ന് പറയാൻ സാധിക്കും. എന്താ അവിടെ എഴുതിയിരിക്കുന്നേ? ഉറച്ചൊന്ന് പറഞ്ഞേ. ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. എന്തിനാണ് വരേണ്ടത്? അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടുവാൻ, തേജസ്സിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്ന ക്രിസ്തുവിനോടുകൂടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ തേജോവനായ കർത്താവിനോട് ഒരുമിച്ച് തേജസ്കരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാനായിട്ട് വാഞ്ചയുള്ള ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്ന് വരികിൽ ധൈര്യത്തോടെ എനിക്ക് നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. അവൻ വരുക്കുവാൻ വാതിക്കലായിരിക്കുന്നു. Behold, I am at the door.
ഇനിയും താമസമില്ല. എല്ലാ വെളിപ്പെടുത്തലുകളും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ദൈവം നമുക്കെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ പുതിയ യെരൂശലേമിലേക്കുള്ള, ആ ദൈവത്തിന്റെ സിറ്റിയിലേക്കുള്ള നമ്മുടെ പ്രവേശനം ദൈവം നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് യോഗ്യമായ ജീവിതത്തിൽ ജീവിപ്പാന്റെ കോണം എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പെടുത്തൽ ഇത് മാത്രമാണ്. ഈ വാക്യം ധൈര്യത്തോടെ പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.